Hello, my dear beautiful boys and beautiful girls. Everybody happy? I'm Joby വയലങ്കൽ. മുഖസൗന്ദര്യം സംരക്ഷിക്കാത്തവരായിട്ട് ആരും തന്നെ കാണുക. അത് ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ഒരേപോലെ തന്നെയാണ്. അവർക്ക് പറ്റിപ്പോകുന്നു മുഖസൗന്ദര്യം സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾ കുറെ കൂടെ കൂടുതലായിട്ട് നോക്കുമെന്ന് മാത്രം വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ആണുങ്ങൾ അത്രയും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ആണുങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും മുഖസൗന്ദര്യം സംരക്ഷിക്കണമെന്ന്. എന്താണെങ്കിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ തന്നെ മുഖസൗന്ദര്യം സംരക്ഷിക്കാനുള്ള സിമ്പിൾ മാർഗ്ഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്താണ് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ജോബി വയലങ്കൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ കറുത്ത പാടുകളും അതോടൊപ്പം തന്നെ മുഖത്ത് മുറിവ് ഏൽക്കിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവിൻ്റെ പാടുകളും അതോടൊപ്പം തന്നെ നമുക്ക് സൂര്യപ്രകാശം ഏറ്റ് നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഫെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കളർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളറെല്ലാം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എന്തായാലും അതിലേക്ക് ആവശ്യമുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു ക്രീമാണ്. ഈ ഒരു ക്രീമിൻ്റെ പേര് ബോറോ പ്ലസ് എന്നാണ്. ബോറോ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ആൻറ്റിസെപ്റ്റിക് ക്രീമാണ്. ഇത് നമുക്ക് എല്ലാ ലേഡീസ് ഷോപ്പിലും അതോടൊപ്പം തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ ഷോപ്പിലും എല്ലാം നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. വളരെ തുച്ഛമായുള്ള വില മാത്രമേ ഉള്ളൂ. ബോറോ പ്ലസ് എന്ന ഹെൽത്തി സ്കിന്ന് ഈ ഒരു ആൻറ്റിസെപ്റ്റിക് ക്രീം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഒരല്പം ഈ ഒരു ആൻറ്റിസെപ്റ്റിക് ക്രീം നമുക്ക് എടുക്കാം. ഒരല്പം നമുക്ക് ഇതുപോലെ എടുക്കാം. ഈ ഒരു ആൻറ്റിസെപ്റ്റിക് ക്രീമിന് നല്ല സ്മെല്ല് കൂടിയുണ്ട്. എന്തായാലും അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസിൽ മുഖക്കുരു മൂലം ഉണ്ടാകുന്ന പാടുകളും എല്ലാം മാറ്റാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് ഈ ഒരു ബോറോ പ്ലസ് വഴി നമുക്ക് സാധിക്കും. എന്തായാലും ഇനി വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. സോ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് വെച്ചാൽ ഇവിയോൺ 400ൻ്റെ ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പച്ച നിറത്തിലുള്ള ഈ ഒരു ക്യാപ്സൂൾ നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും നമുക്ക് മേടിക്കാൻ സാധിക്കും. ഇതുപോലെ 10 എണ്ണമുള്ള ഒരു സ്ട്രിപ്പിന് വെറും 25 രൂപ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം നൽകുന്ന, നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആകാനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനെ പുതിയ സ്കിന്ന് ജനറേറ്റ് ചെയ്യാനും, അതായത് പുതിയ സ്കിൻ ജനറേറ്റ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് കറുത്ത പാടുകളൊക്കെ മാറണമെങ്കിൽ അവിടെ പുതിയ സ്കിന്ന് ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ സ്കിൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അപ്പോൾ എന്നാൽ ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒരു ക്യാപ്സൂൾ നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു ക്യാപ്സൂൾ പൊട്ടിക്കുക, ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു ക്യാപ്സൂൾ മൊത്തമായിട്ടും ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് ശരിക്കും മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആൻറ്റിസെപ്റ്റിക്കിൻ്റെ ഈ ബോറോ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ക്രീമും നമ്മുടെ ഈ ഒരു വൈറ്റമിൻ ഇ കണ്ടൻറ്റ് കൂടി ആകുമ്പോഴത്തേന് പൂർണ്ണമായിട്ട് നമ്മുടെ പാടുകൾ മാറ്റാനും നമ്മുടെ സ്കിന്നിന് കൂടുതൽ നിറം കിട്ടാനും ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കിയ ശേഷം ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ബോറോളിൻ്റെയും അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെയും ഈ ഒരു മിക്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മുടെ ഒരു ക്രീം ഇടുന്ന പോലെ തന്നെ മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഇട്ട ശേഷം സാധാരണ നമ്മൾ ക്രീം എങ്ങനെ സ്പ്രെഡ് ചെയ്യുക അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ശരിക്കും സ്പ്രെഡ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ, നമുക്ക് ഏറ്റവും കുറഞ്ഞ അരമണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ ഡിപ്പെൻസ് നിങ്ങളുടെ ഇഷ്ടം പോലെ. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഒരു അല്പം ചൂടുവെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സോപ്പോ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷോ ഉപയോഗിക്കാം. ഇനി ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഇത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഡ്രൈ സ്കിൻ ഉള്ളവർ ഫേസ് വാഷ് ചെയ്യുമ്പോൾ സോപ്പോ അതല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഫേസ് വാഷോ ഉപയോഗിക്കാൻ പാടില്ല. അതൊന്നുമില്ലാതെ തന്നെ ശരിക്കും വാഷ് ചെയ്യുക. കാരണം നല്ല രീതിയിലുള്ള എണ്ണമയം നമ്മുടെ മുഖത്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്താൽ 100% നമ്മുടെ മുഖത്തുള്ള എല്ലാ തരത്തിലുള്ള പാടുകളും മാറി, എല്ലാ തരത്തിലുള്ള ഡാർക്ക് സ്പോട്ടും മാറി, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഗ്ലോയിങ് ഉള്ള നല്ല തിളക്കമുള്ള മുഖം ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരു സംശയമില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി വയലങ്കൽ. അതുവരേക്കും ഷോർട്ട്. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.